ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്കാണ്. ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നതിൽ CPIM പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ രണ്ട് അഭിപ്രായം. പകരം ജനറൽ സെക്രട്ടറി ഉടൻ വേണ്ടെന്നൊരു വിഭാഗം അഭിപ്രായപ്പെട്ടു. അതേസമയം പ്രകാശ് കാരാട്ടിന്റെ പേര് മണിക് സർക്കാർ നിർദ്ദേശിച്ചതായും സൂചനയുണ്ട്. രണ്ട് നിർദ്ദേശങ്ങളും കേന്ദ്ര കമ്മിറ്റിക്ക് മുന്നിൽ വെക്കും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ ചേർന്നു. ബൽറാം, വിവരങ്ങൾ. സീതാറാം യെച്ചൂരിയുടെ മരണത്തെ തുടർന്ന് CPMന്റെ പുതിയ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ പുതിയ ജനറൽ സെക്രട്ടറി വേണോ, മറ്റ് സംവിധാനങ്ങൾ വേണോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ നടന്ന ചർച്ചകൾ ഇന്ന്. ഈ യോഗത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ ഉയർന്നു വന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. നിലവിൽ ഇപ്പോൾ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള സമ്മേളനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനി 7 മാസം മാത്രമാണ് പാർട്ടി കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ ഒരു ജനറൽ സെക്രട്ടറിയെ ഇപ്പോൾ തിരഞ്ഞെടുക്കേണ്ടതില്ല. പാർട്ടി കോൺഗ്രസ് പുതിയ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കട്ടെ. അതുവരെ ഒരു പകരം സംവിധാനം, ജനറൽ സെക്രട്ടറിയുടെ ചുമതല നിലവിൽ പാർട്ടി സെന്ററിൽ പ്രവർത്തിക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ വീതം വെച്ച് പങ്കിട്ട് നിർവഹിക്കുക എന്നുള്ള ഒരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവരെ ഏകോപിപ്പിക്കുന്ന തരത്തിൽ ഒരു കോർഡിനേറ്റർ എന്ന നിലയിൽ ഒരു മുതിർന്ന PB അംഗത്തിന് ചുമതല നൽകുക എന്ന അഭിപ്രായവും ഉയർന്നു വന്നിട്ടുണ്ട്. അതേസമയം പ്രകാശ് കാരാട്ടിന്റെ പേര് ഈ യോഗത്തിൽ മണിക് സർക്കാർ മുന്നോട്ട് വെച്ചു എന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ഈ പകരം സംവിധാനം എന്നുള്ളത് പാർട്ടി ഭരണഘടനയിൽ ഇല്ല എന്ന ഒരു അഭിപ്രായമാണ് നേതാക്കൾ രേഖപ്പെടുത്തിയത്. ഇക്കാര്യത്തിൽ തീരുമാനം എന്തായാലും കേന്ദ്ര കമ്മിറ്റി കൈക്കൊള്ളട്ടെ എന്ന ഒരു തീരുമാനത്തിലാണ് നിലവിൽ പോളിറ്റ് ബ്യൂറോ ഉള്ളത്. പോളിറ്റ് ബ്യൂറോയിൽ ഉയരുന്ന അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ അത് ഞായറാഴ്ച ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് മുന്നിൽ വയ്ക്കും. കേന്ദ്ര കമ്മിറ്റി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്ത് അത് നടപ്പാക്കുക എന്നുള്ളതാണ്. അന്തിമ തീരുമാനം കേന്ദ്ര കമ്മിറ്റിയിലായിരിക്കും ഉണ്ടാകുക. അതേസമയം ഈ ജനറൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇന്ന് പൂർത്തിയായിട്ടില്ല എന്നുമാണ് നേതാക്കൾ അറിയിക്കുന്നത്. നാളെയും ഇക്കാര്യത്തിലുള്ള ചർച്ചകൾ തുടരും. പൊതുരാഷ്ട്രീയ സാഹചര്യങ്ങളും നാളെയാകും ചർച്ച ചെയ്യുക. നിലവിൽ ഇപ്പോൾ ഇന്ന് നടന്ന ചർച്ചകളിൽ രണ്ട് അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. നാളത്തെ ചർച്ചകളിൽ ഇക്കാര്യത്തിൽ സമവായത്തിലെത്തിയാൽ ആ നിർദ്ദേശമായിരിക്കും കേന്ദ്ര കമ്മിറ്റിക്ക് മുന്നിൽ വയ്ക്കുക. അല്ലാത്ത പക്ഷം ഈ രണ്ട് നിർദ്ദേശങ്ങളും കേന്ദ്ര കമ്മിറ്റിക്ക് പോവുകയും കേന്ദ്ര കമ്മിറ്റി അന്തിമ തീരുമാനമെടുക്കുകയും ചെയ്യും. ശരി, ബൽറാം നെടുങ്ങാടി വിശദാംശം നൽകിയത്. സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിന് പിന്നാലെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രണ്ട് അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നത്. തൽക്കാലം ആരും വേണ്ടെന്നും പിന്നീട് പ്രകാശ് കാരാട്ട് നിർദ്ദേശിച്ചതായും രണ്ട് അഭിപ്രായങ്ങൾ കേന്ദ്ര കമ്മിറ്റിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശം നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ്.